We may wonder on the advancement of science and technology, especially in the field of communication. വാർത്താവിനിമയ രംഗത്തെ മനുഷ്യന്റെ ആ ഒരു പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അതേപോലെ മനുഷ്യന്റെ പുരോഗതിയും ഒക്കെ നമ്മളെ എപ്പോഴും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. അതിന് കാരണം ഇറ്റ് ഈസ് ദി ക്യൂരിയോസിറ്റി ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ അറിയാനുള്ള ആകാംക്ഷയിൽ നിന്നാണ് അത്തരങ്ങൾ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. Here we are discussing such a topic, Wonders of Science by Albert Einstein. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വണ്ടേഴ്സ് ഓഫ് സയൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് FIUGP AEC സയൻസ് ഇതിൽ ഉൾപ്പെട്ടതാണ്. ആൻഡ് ഇറ്റ് ഈസ് എ സ്പീച്ച് ഡെലിവേർഡ് ബൈ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇൻ 1930 ഓഗസ്റ്റ് 22 അദ്ദേഹം നടത്തിയ ഒരു സ്പീച്ചാണ്. ഇറ്റ് വാസ് ഡെലിവേർഡ് അറ്റ് ബെർലിൻ ഇൻ ജർമ്മനി. ജർമ്മനിയിലെ ബെർലിനിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണമാണ്, ഒരു സ്പീച്ചാണ്. ആൻഡ് ഇറ്റ് വാസ് ഓൺ 1930 ഓഗസ്റ്റ് 22. Einstein begins the speech by saying that we may wonder on the tools of communication like radio. ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ സ്പീച്ചിന്റെ തുടക്കത്തിൽ പറയുന്നു, റേഡിയോ ആ കാലഘട്ടത്തിൽ റേഡിയോയാണ് പ്രചാരത്തിൽ വരുന്നത്. ആ റേഡിയോ പോലെയുള്ള മാധ്യമങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ രംഗത്ത്, വാർത്താവിനിമയ രംഗത്ത് റേഡിയോ പോലെയുള്ള മാധ്യമങ്ങൾ മുന്നോട്ടേക്ക് വന്നത് നമുക്ക് അതിശയം ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ഓൾ ദീസ് ടെക്നിക്കൽ അച്ചീവ്മെന്റ്സ് കെയിം ഫ്രം ദ ഡിവൈൻ ക്യൂരിയോസിറ്റി ഓഫ് ദി പേഴ്സൺസ്. ഈ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ കാരണം മനുഷ്യന്റെ അറിയാനുള്ള ആഗ്രഹമാണ്, ക്യൂരിയോസിറ്റിയാണ്. ആൻഡ് ഇറ്റ് വാസ് ഓസ്റ്റർ who first noticed the magnetic effect of electric currents. ഇലക്ട്രിക് കറണ്ട്, ആ ഒരു ഇലക്ട്രിക് പ്രവാഹത്തിന്റെ ആ കാന്തിക ശക്തിയെക്കുറിച്ച് പഠിച്ചത് ഓസ്റ്റഡ് ആണ്. ആൻഡ് ഇറ്റ് വാസ് റേയ്സ് ഹു ഇസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു ജനറേറ്റ് സൗണ്ട് ബൈ യൂസിങ് ഇലക്ട്രോമാഗ്നറ്റിസം ഉപയോഗിച്ച് ആദ്യമായിട്ട് സൗണ്ട് ഉണ്ടാക്കിയ വ്യക്തി റേയ്സ് ആണ്. And Bell converted sound waves into variable electric currents with his microphones. അദ്ദേഹത്തിന്റെ മൈക്രോഫോൺ ഉപയോഗിച്ച് ബെല്ലാണ് അദ്ദേഹം ഇലക്ട്രിക് പ്രവാഹത്തെ സൗണ്ട് വേവ്സ് ആക്കി മാറ്റിയത്. And it was Maxwell who showed the existence of electric waves by using a mathematical way. ശാസ്ത്രീയമായ രീതിയിൽ ആ റേഷ്യോ കണക്കാക്കിയിട്ട് ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ആ നിലനിൽപ്പ് കാണിച്ചു തന്നത് മാക്സ്വെൽ ആണ്. ആൻഡ് ഇറ്റ് വാസ് ഹേർട്സ് ഹു ജനറേറ്റഡ് സൗണ്ട് ആൻഡ് പ്രൂവ്ഡ് ദം. ഇനി ഹേർട്സിലാണ് സൗണ്ട് അളക്കുന്നത്. ആ ഹേർട്സ് ആണ് സൗണ്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ സൗണ്ടിന്റെ ശബ്ദത്തിന്റെ ആ ശക്തിയൊക്കെ തെളിയിച്ചത് ഹേർട്സ് ആണ്. And it was Leibniz who converted the electric valve tube. Electric valve tube കണ്ടുപിടിച്ചത് ലൈബൻസ് ആണ്. Einstein says that there were a lot of unknown engineers who simplified the instruments of communication. ഐൻസ്റ്റീൻ പറയുന്നു, ധാരാളം അറിയപ്പെടാത്ത എഞ്ചിനീയർമാരുണ്ട്, ഒരുപാട് വ്യക്തികൾ ഒരു കണ്ടുപിടുത്തത്തിന് മുന്നിൽ അത് ഫൈനലായിട്ട് വരുന്നതിന് മുൻപ് അതിന് തുടക്കം കുറിച്ചതും അതിന്റെ മുൻനിരയിൽ അറിയപ്പെടാത്തതുമായ ഒരുപാട് ആളുകൾ ഇതിന് പിന്നിലുണ്ട്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയത്തെ വളരെ സിമ്പിളാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരുപാട് അറിയപ്പെടാത്ത ആളുകളുണ്ട്. ആൻഡ് വൈൽ വി തിങ്ക് ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വി ഫീൽ സർപ്രൈസ്ഡ്. നമുക്കെപ്പോഴും അതിശയം തോന്നും. കാരണം ഇപ്പം തന്നെ നമുക്ക് വിദേശത്തുള്ള ആളുകളെയൊക്കെ ആ നിമിഷം വിളിച്ച് സംസാരിക്കാനുള്ള ആ ഒരു മോഡേൺ ടെക്നോളജി ഉണ്ട്. പണ്ട് കാലത്ത് ഒരു കത്തയച്ച് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് ഒന്ന് മറുപടി വരുന്നവരെ കാത്തിരിക്കണമായിരുന്നു. ഇപ്പോൾ ഒരൊറ്റ ക്ലിക്കിൽ അവരെ കാണാനും അവരുമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു സൗകര്യം, അതൊക്കെ പലപ്പോഴും നമുക്ക് അതിശയം തരുന്ന ഒന്ന് തന്നെയാണ്. ആൻഡ് ഐൻസ്റ്റീൻ ഡിക്ലെയർസ് ദാറ്റ് ഇറ്റ് ഈസ് ദി എഞ്ചിനീയേഴ്സ് ഹു മേക്ക് ട്രൂ ഡെമോക്രസി പോസിബിൾ. ഐൻസ്റ്റീൻ പറയുന്നു, ജനാധിപത്യം എന്ന ആശയത്തെ ഏറ്റവും കൂടുതൽ സിമ്പിളാക്കിയത്, ലളിതമാക്കിയത് ഈ എഞ്ചിനീയർമാരാണ്. കാരണം ഈ ജനാധിപത്യം എന്ന ആശയം പല രാജ്യങ്ങളിലുള്ള ആളുകൾ എല്ലാവരും തുല്യരാണ് എന്നുള്ള, അല്ലെങ്കിൽ ജനങ്ങൾ എവിടെയുണ്ടോ ആ ജനങ്ങൾ, എല്ലാ ലോകത്തിന്റെ നാനാ തുറകളിലുമുള്ള ജനങ്ങൾ
അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുന്ന ആ ആധുനിക വാർത്താവിനിമയ സംവിധാനം, അതാണ് അതിനെ ജനകീയമാക്കിയതിൽ ഏറ്റവും പ്രധാന പങ്ക് ഈ എഞ്ചിനീയർമാർക്കാണ്. And they facilitate the daily work of the people and also make the works of thinkers and artists accessible to the public. ജനങ്ങളുടെ ഡെയിലി വർക്കിനെ സിമ്പിളാക്കിയത്. കാരണം പലപ്പോഴും ഇപ്പോഴും ഒരുപാട് വീട്ടമ്മമാരുണ്ട് രാവിലെ റേഡിയോ ഓൺ ചെയ്ത് വെച്ച് അത് കേട്ടുകൊണ്ട് ജോലി എടുക്കുന്നത്. അപ്പോൾ ജോലിയുടെ ആ ഒരു ഡിഫിക്കൽറ്റി അവർ അറിയുന്നില്ല. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് അറിയാൻ സാധിക്കുന്നു. അങ്ങനെ ജോലി ലളിതമാക്കാൻ, അതേപോലെ തന്നെ അതിലൂടെ വരുന്ന റേഡിയോയിലൂടെ വരുന്ന പാട്ടുകൾ, അതേപോലെ തന്നെ വിവിധ പരിപാടികൾ, അതൊക്കെ ജനങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ കേട്ടുകൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ തിങ്കേഴ്സിനെയും ആർട്ടിസ്റ്റുകളെയും ഒക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ ഈ ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ, റേഡിയോ പോലെയുള്ള 1930 പറയുന്നത്, ആ റേഡിയോയ്ക്ക് പല ആർട്ടിസ്റ്റുകളെയും അതേപോലെ തന്നെ തിങ്കേഴ്സിനെയും ചിന്തകന്മാരെയും ഒക്കെ സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതായത് പലപ്പോഴും പലരെക്കുറിച്ചും വലിയ വലിയ ആളുകൾ മാത്രം അറിഞ്ഞിരുന്ന കാര്യങ്ങൾ റേഡിയോയിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ വാർത്താവിനിമയ സംവിധാനത്തിന് സാധിച്ചു. In recently, these pleasures have been the privilege of the upper class or preferred class. ഈ അടുത്ത കാലത്ത് വരെ, അതായത് നമ്മൾ 1930 അദ്ദേഹം നടത്തിയ സ്പീച്ചാണ്, ആ കാലഘട്ടമാണ് ഉദ്ദേശിക്കുന്നത്. ആ കാലഘട്ടം, അടുത്ത കാലഘട്ടം വരെയും ഒരു അപ്പർ ക്ലാസിന്റെ അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ക്ലാസിന്റെ അധികാര പരിധിയിൽ മാത്രമായിരുന്നു ഈ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് റേഡിയോ ഒക്കെ വളരെ ചുരുക്കം ആളുകൾക്ക്, നല്ല ധനികരായിട്ടുള്ള പൈസക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ദ എഞ്ചിനീയേഴ്സ് ഹു മേഡ് ദ പീപ്പിൾ കോൺഷ്യസ് ഓഫ് ഇറ്റ്. എഞ്ചിനീയർമാരാണ് ഈ ഒരു റേഡിയോയെ ജനകീയമാക്കിയത്. അവര് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു വാർത്താ മാധ്യമത്തെ കൊണ്ടുവന്നത് എഞ്ചിനീയർമാരാണ്. ആൻഡ് റേഡിയോ പ്ലേസ് എ മേജർ റോൾ ഇൻ ഇന്റർനാഷണൽ റീകൺസിലിയേഷൻ. അന്തർദേശീയ അനുരഞ്ജനം, അതായത് പല രാജ്യങ്ങളും ഒന്നാണ് എന്നുള്ള ഒരു ബോധം കൊണ്ടുവരുന്നതിന് റേഡിയോയ്ക്ക് വളരെയധികം നല്ല പങ്കുണ്ട്. And radio shows everything in a vivid manner from their amicable side. റേഡിയോ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, വ്യക്തമായിട്ട് കേൾപ്പിച്ചു തരുന്നു, കാണിച്ചു തരുന്നതല്ല, വ്യക്തമായിട്ട് കേൾപ്പിച്ചു തരുന്നുണ്ട്. അത് തന്നെ പോസിറ്റീവായിട്ടുള്ള, അമിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുരഞ്ജന രീതിയിൽ, ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ റേഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. റേഡിയോ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ എൻഡ് ബൈലാറ്ററൽ സ്ട്രേഞ്ചിനെസ് വിച്ച് ക്യാൻ ബ്രിങ് മിസ്ട്രസ്റ്റ് ആൻഡ് ഹോസ്റ്റിലിറ്റി. ആ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ വിവിധ ഭാഷകൾ, രണ്ട് ഭാഷകൾ, ആ രണ്ട് ഭാഷകളുടെ ബൗണ്ടറി ഇല്ലാതെയാക്കാൻ, ആ ഒരു വേർതിരിവില്ലാതെയാക്കാൻ റേഡിയോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ട്രാൻസ്ലേഷൻസ് ഒക്കെ നടത്തിയിട്ട്, അതായത് ഇപ്പോൾ പല ഭാഷകളുടെ കൃതികളാണെങ്കിൽ തന്നെയും അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, സാധാരണക്കാരൻ്റെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ റേഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബൈലാറ്ററൽ സ്ട്രേഞ്ചിനെസ് ആണെങ്കിൽ അവിടെ മിസ്ട്രസ്റ്റ്, അതേപോലെ മിസ്ട്രസ്റ്റ് മീൻസ് വിശ്വാസമില്ലായ്മയും വെറുപ്പൊക്കെ ഉണ്ടാവും. അതായത് മറ്റൊരു ഭാഷ, നമുക്കറിയാത്തൊരു ഭാഷയിലാണ് സംപ്രേഷണം ചെയ്യുന്നതെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ റേഡിയോ അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ സാധാരണക്കാരൻ്റെ ഭാഷയിലേക്ക് കാര്യങ്ങളൊക്കെ തർജ്ജമ ചെയ്ത് സാധാരണക്കാരുടെ ഇടയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ റേഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ റേഡിയോയ്ക്ക് ഇന്റർനാഷണൽ റീകൺസിലിയേഷൻ, അന്തർദേശീയ അനുരഞ്ജനത്തിന് ഒരുപാട് പങ്ക്, അല്ലെങ്കിൽ നല്ല ഒരു പങ്ക് റേഡിയോ വഹിക്കുന്നുണ്ട്. ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പീച്ച്. അദ്ദേഹം ജർമ്മനിയിൽ നടത്തിയ സ്പീച്ചാണ്. ഇറ്റ് വാസ് ഓൺ 22 ഓഗസ്റ്റ് 1930. 1930 ഓഗസ്റ്റ് 22 അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ഹോപ്പ് എൻജോയ്. താങ്ക് യു.